നിർമ്മാണ പ്രവൃത്തികൾ മൂലം നഗരങ്ങളിൽ പ്രാദേശിക കളിസ്ഥലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആശ്രയമായ കൊച്ചിയിലെ തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ പോരായ്മകൾ അധികാരികൾക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ് മെട്രോ 7 ന്യൂസ്. കൊച്ചി ബ്യൂറോയിൽ നിന്നുള്ള മെട്രോ 7 ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറി. ഇത് തോപ്പുംപടിയിലെ രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയമാണ്. ഇവിടെ അനേകം കുട്ടികൾ കളിക്കുവാൻ വരുന്നുണ്ട്. അവർ ഫുട്ബോൾ പരിശീലനവും ക്രിക്കറ്റ് പരിശീലനവും മറ്റ് കായിക പരിശീലനങ്ങൾക്കുമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതെല്ലാം ഇന്ന് നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ട് വാഹനങ്ങൾ കയറ്റി പാർക്ക് ചെയ്യുന്നതിനും മറ്റും നൽകുമ്പോൾ അത് ഈ സ്റ്റേഡിയത്തിൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പിന് വിഘാതമായി മാറുകയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിലുമുള്ള ഫെൻസിങ്ങുകളെല്ലാം ഇന്ന് നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്റ്റേഡിയമാണിത്. കാരണം ഇത് അനേകം കായിക താരങ്ങൾക്ക് ഭാവി വാഗ്ദാനങ്ങൾക്ക് ഇവിടെ കളിച്ചു വളരുവാനുള്ള സ്ഥലമാണ്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ പൊതുവിടങ്ങൾ വളരെ കുറവാണ്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിക്ക് വിശാലമായ മൈതാനമോ പ്രാദേശിക കളിക്കളങ്ങളോ ഇല്ലാതെ കുട്ടികളും ഒപ്പം മുതിർന്നവരും വലയുമ്പോൾ ഉള്ളതിന്റെ ഒരു ഭാഗം കലാകായിക വിനോദങ്ങൾക്കായി മാറ്റിയിട്ടും അതിനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാതെ നിലനിർത്താതെ സ്വകാര്യ പരിപാടികൾക്ക് നൽകി മൈതാനത്തിന്റെ ഭംഗിയും മറ്റും നഷ്ടപ്പെടുത്തുകയാണ് തോപ്പുംപടിയിൽ. 2012-13 വർഷത്തിൽ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിലുകളും നടപ്പാതകളും നശിഞ്ഞ് വികസന മുരടിപ്പിലാണ്. ഇവിടെ കഴിഞ്ഞൊരു 11 വർഷമായിട്ട് രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഒരു 10 വയസ്സ് മുതൽ 63 വയസ്സുള്ള ആളുകളുണ്ട്. എല്ലാ ദിവസവും 6:30 മണിക്ക് ഒരു 7 തൊട്ട് 8 വരെ കളിയുണ്ട്. പിന്നെ അവധിക്കാലം ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിബോൾ, ക്രിക്കറ്റ് ഇതെല്ലാം ഉണ്ട്. 5:30 മണി തൊട്ട് ആൾക്കാർ നടക്കാൻ വരും. കൊച്ചിയിൽ പൊതുവെ അറിയാം, മൈതാനങ്ങൾ പൊതുവിടങ്ങൾ കുറവാണ്. സ്വകാര്യ ടർഫുകളൊക്കെ ഉണ്ട്. പൊതുവിടങ്ങൾ ഇപ്പോൾ ഇടക്കൊച്ചി മുതൽ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കണ്ണവാല് വരെ നോക്കിയാൽ പൊതു കളിസ്ഥലങ്ങൾ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ചുരുങ്ങിയ കളിസ്ഥലങ്ങളുടെ പ്രാധാന്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് പൊതുപരിപാടികൾക്ക്, ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, മതപരമായിട്ടുള്ള ആക്ഷേപങ്ങളുടെ പൊതുപരിപാടികൾ കൊടുക്കുമ്പോൾ ഈ ഗ്രൗണ്ട് വളരെ നാശമായിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടി നടന്നു. ആ പരിപാടി നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ സ്വാഭാവികത എല്ലാം നശിപ്പിക്കുന്നതിൽ വലിയ ഭാരവാഹനങ്ങളൊക്കെ കയറ്റി ഇവിടെ കളിക്കാനും ഓടാനും പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്കൊരു അഭ്യർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളിസ്ഥലങ്ങളായിട്ട് തന്നെ നിലനിർത്തുക. ഇങ്ങനെയുള്ള പരിപാടികൾ വന്ന് ഗ്രൗണ്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ മോശമായി പോകും. ഇത് കായിക വിനോദങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കണ ഗ്രൗണ്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ കളിക്കാൻ വരുന്ന ആളുകളുടെ ഒരു സൈക്കിൾ പോലും ഇതിനകത്തേക്ക് കയറ്റാറില്ല. പക്ഷേ ഇവിടെ പിന്നെ വലിയ വണ്ടിയൊക്കെ കയറി ആകെ ഗ്രൗണ്ടാകെ, ഇത് കണ്ടില്ലേ, ഗ്രൗണ്ട് ആകെ മോശമായി. പ്രായഭേദമന്യേ ഗ്രൗണ്ടിൽ വരുന്നവർക്ക് വസ്ത്രം മാറാനോ മറ്റു മിനിമം സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. പേരിനൊരു ശൗചാലയം. അന്നന്ന് അധ്വാനിച്ച് അപ്പം ചുടുന്നവന് തന്റെ മക്കളെ ചിലവില്ലാതെ കായിക ഇനങ്ങളിൽ പങ്കാളികളാക്കാനും പരിശീലിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ നഷ്ടമാകുന്നത്. കളിക്കാൻ ഇടമില്ലാത്തതോ ആളില്ലാത്തതോ അല്ല ഇവിടുത്തെ പ്രശ്നം, വികസനമില്ലായ്മയാണ്. ദ്രവിച്ച കമ്പികളും പൊളിഞ്ഞ നടപ്പാതയും കളിക്കളത്തിൽ വരുത്തിവെക്കുന്ന അപകടം ചെറുതല്ല. സമ്മർ ടൈം ആയതോടെ ക്യാമ്പും വളരെ ചെറിയ പിള്ളേർ വരെ ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ എല്ലാം ഫെൻസ് തുരുമ്പിച്ചിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട്. പൊതുവേ ഇവിടെ മെയിൻ്റെനൻസ് വളരെ പുവറാണ്. കാരണം ബേസിക് കമ്മ്യൂണിറ്റീസ് തന്നെ ഇല്ല. ഇപ്പോൾ ഒരു നല്ല ടോയ്ലറ്റ് ഇല്ല. അപ്പം പെൺകുട്ടികളും സ്ത്രീകളും എല്ലാം ഇവിടെ എക്സസൈസിനായിട്ടും കളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവർക്കൊന്ന് ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല. കുറേ വർഷങ്ങളായി ക്യാമ്പ് നടക്കണത്. വലിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊരു റൂമില്ല. അവിടെ 2 ടോയ്ലറ്റ് കിടപ്പുണ്ട്. പക്ഷേ സൗകര്യങ്ങൾ കുറച്ച് കുറവാണ്. വെള്ളം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ലൈറ്റ് രാത്രി കളി നടക്കുന്നുണ്ട് ഇവിടെ. രാത്രി ആയാലും നമുക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. ലൈറ്റിൻ്റെ കുറവും കുറേ വർഷങ്ങളായി പ്ലാനിങ്ങിലാണ്.
ഇതൊക്കെ നടപടിയാവുമെന്ന് പ്രതീക്ഷിക്കാം. മദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന ഇക്കാലയളവിൽ ശരീരം വിയർക്കുവോളം തളരുവോളം കളിച്ച് കായിക വിനോദമാവണം ലഹരി എന്ന ചിന്ത കുട്ടികളിൽ എത്തിക്കാനുള്ള സൗകര്യം ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഓരോ കൊച്ചിക്കാരന്റെയും ആഗ്രഹം. 500 രൂപ വാങ്ങിച്ചിട്ടാണ് ഇത് പല മതവിഭാഗക്കാർക്കും പല പരിപാടികൾക്കും കൊടുക്കുന്നത്. ഗ്രൗണ്ടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ 500 ഇട്ടിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കായികമേള വരെ ഇവിടെ നടത്തിയതാണ്. അപ്പോൾ അങ്ങനെ സംസ്ഥാന പരിപാടികളൊക്കെ നടത്തിയതാണ്. എത്ര ശക്തമായ മഴ പെയ്താലും വെള്ളം നിൽക്കാത്ത നല്ലൊരു ഗ്രൗണ്ടാണ്. ബാക്കി എല്ലാ ഗ്രൗണ്ടിലും വെള്ളം നിൽക്കലാണ്. പക്ഷേ ഇവിടെ സൈക്കിൾ പോലും ഞങ്ങൾ കയറ്റാതെ വണ്ടികളൊന്നും ഓടിക്കാതെ വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഈ മതപരിപാടികൾ വന്നിട്ട് ഈ ഗ്രൗണ്ട് 500 രൂപയ്ക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് നശിപ്പിക്കരുതെന്നാണ് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പുതുതലമുറയ്ക്ക് കളിച്ചു വളരുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ കളിസ്ഥലം വാടകയ്ക്ക് കൊടുത്ത് നശിപ്പിക്കാതിരിക്കുക. ഇത് കളികൾക്ക്, കായിക വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. പുതിയ തലമുറ വളർന്നു വരട്ടെ. ഇവരുടെ ലഹരി ഈ കളികളായിരിക്കണം. അവർ ഫുട്ബോൾ കളിച്ച് വളരണം, ക്രിക്കറ്റ് കളിച്ച് വളരണം, വോളിബോൾ കളിച്ച് വളരണം, നടന്ന് ഓടി വളരട്ടെ. പുതിയ തലമുറ വളരുവാൻ വേണ്ടിയിട്ടാണ് ഇത് പൊതുസമക്ഷം സമർപ്പിക്കുന്നത്. ക്യാമറമാൻ സിമുലേഷനൊപ്പം റിഡ്ജൻ റബല്ലോ. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.